ഹലോ, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ വെക്കേഷനൊക്കെ ആയിട്ട് ഇത്താത്താൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നതാണ് കേട്ടോ. തൃശ്ശൂരാണ് അവൾ താമസിക്കുന്നത്. തൃശ്ശൂർ ജയലക്ഷ്മിൻ്റെ ഒക്കെ അടുത്ത് ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്, ഇതായി കാണുന്ന അപ്പാർട്ട്മെൻറ്റിലാണ് അവൾ താമസിക്കുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ വന്നപ്പോൾ അവരുടെ അളിയൻ്റെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുത്തെ മ്യൂസിയം കണ്ടിട്ടുണ്ട്, എങ്കിലും കുട്ടികൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ചിലരൊക്കെ. അപ്പോൾ അങ്ങനെ കാണാമെന്ന് വെച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 4 മണി വരെയുള്ളൂ. നമ്മളൊരു 4 മണി കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ എല്ലാവർക്കും വിഷമമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങളങ്ങനെ നടന്നിട്ട് പോന്ന്. പിന്നെ നമ്മൾ നെഹ്റു പാർക്കിലൊന്ന് കയറി. പാർക്കിലെത്തി ഇവിടെ കുറേ നേരം ഇരുന്ന്. പിന്നെ പച്ചപ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, പുല്ലൊക്കെ വെട്ടിയിട്ട് ഒക്കെ ഉണങ്ങി കിടക്കുകയാണ്. എന്നാലും കുറേ ആൾക്കാരും ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ റൈഡിലൊക്കെ കളിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമല്ലേ. പിന്നെ ഇങ്ങനെ അവിടെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം. പിന്നെ നമ്മൾ നന്നായിട്ട് ഇരുട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തേക്കങ്ങാട് മൈതാനത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് വരികയാണ്. ഇതിൽ നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ തൃശ്ശൂർ വന്നാലും ഇവിടെ ഒന്ന് വരാണ്ട് പോവാറില്ല. നമ്മളെ വടക്കുംനാഥ ക്ഷേത്രം, ഇവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടാവും കേട്ടോ. ഇന്നും എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് പേര് സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് ഡാൻസിൻ്റെ ഡ്രസ്സൊക്കെ അണിഞ്ഞത് അവിടെ കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നു. എന്താണ് പരിപാടി എന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇരുന്ന് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫ്ലാറ്റിലേക്ക് തിരിച്ച് പോകുന്നത്. അപ്പം ഇന്നത്തെ യാത്ര മ്യൂസിയം കാണാൻ പറ്റാണ്ട് മൂഞ്ചി പോയെങ്കിലും വലിയ സങ്കടമൊന്നുമില്ല. കാരണം എല്ലാവരും കൂടി കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിരുന്നു, അവർ നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.